നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? അന്ന എന്ന കൊച്ചുപിടിയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അങ്ങ് ദൂരെ ഗ്രാമത്തിൽ അന്ന എന്ന 10 വയസ്സുകാരി ഉണ്ടായിരുന്നു. അവൾ 4ാം ക്ലാസ് വരെ ആ ഗ്രാമത്തെ കുഞ്ഞ വിദ്യാലയത്തിലായിരുന്നു പഠിച്ചിരുന്നത്. അവൾക്ക് 5ാം ക്ലാസ്സിലേക്ക് ആ നഗരത്തിലെ പ്രമുഖ വിദ്യാലയത്തിലേക്ക് പ്രവേശനം ലഭിച്ചു. അതറിയാതെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവൾ സ്വപ്നം കണ്ട ആ ദിവസം വന്നെത്തി. അവളുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം കുഞ്ഞ പൂമ്പാറ്റെ പോലെ പാറിപ്പറന്ന് വിദ്യാലയത്തിലെത്തി. അവൾ ക്ലാസ് മുറിയിലിരുന്നു. അന്നയുടെ കുഞ്ഞെടുപ്പുകൾ കാണുമ്പോൾ തന്നെ പാവപ്പെട്ട കുടുംബത്തിന്റെ ഭാഗമാണെന്ന് ഇടുത്തു പറയുണ്ടായിരുന്നു. അധികം വൈകാതെ അവരുടെ അധ്യാപിക ക്ലാസ് മുറിയിലെത്തി. അവർ അന്നെ മറ്റെല്ലാവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കുട്ടികളുടെ അറിവ് മനസ്സിലാക്കാൻ വേണ്ടി പരീക്ഷ നടത്തുകയാണെന്ന് കുട്ടികളോട് പറഞ്ഞു. ഇതായിരുന്നു ചോദ്യം. ലോകത്തിലെ 7 അത്ഭുതങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം കേട്ടുടൻ വേഗത്തിൽ ഉത്തരം എഴുതാൻ തുടങ്ങി. അന്ന തെല്ലൊന്ന് ആലോചിച്ചു. അതിനുശേഷം അവൾ ഉത്തരം എഴുതാൻ ആരംഭിച്ചു. അധ്യാപിക എല്ലാവരുടെയും ഉത്തര ക്ലാസ് കയ്യിൽ നിന്ന് മേടിക്കുവാൻ തുടങ്ങി. അന്നയുടെ മുഖത്തെ പരിഭ്രമം കണ്ട് അധ്യാപിക അവളെ സമാധാനിപ്പിച്ചു. മോളെ വിഷമിക്കേണ്ട, ഇതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് നമുക്ക് പതുക്കെ പഠിച്ചെടുത്താൽ മതി. അന്ന ഉത്തരം പറഞ്ഞു. ടീച്ചർ, ലോകത്തിൽ കുറേ അത്ഭുതങ്ങളുണ്ട്. അതിൽ 7 അത്ഭുതങ്ങൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. അത് പറഞ്ഞ് അന്ന ഉത്തര ക്ലാസ് അധ്യാപികയ്ക്ക് കൊടുത്തു. അന്നയുടെ ഉത്തരം കേട്ട് ക്ലാസ് ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. അധ്യാപിക എല്ലാവരുടെയും ഉത്തരം ഉറക്കെ വായിക്കുവാൻ തുടങ്ങി. താജ്മഹൽ, ചൈനയുടെ വൻമതിൽ തുടങ്ങിയവർ എല്ലാവരും ശരി ഉത്തരമായിരുന്നു. ഒടുവിൽ അന്നയുടെ ഉത്തര ക്ലാസ് അധ്യാപിക ഉറക്കെ വായിക്കുവാൻ തുടങ്ങി. അത് ഇപ്രകാരമായിരുന്നു. ലോകത്തിലെ 7 അത്ഭുതങ്ങൾ ഇവയൊക്കെയാണ്. 1. നന്മ ചെയ്യുക. 2. സത്യത്തെ കൈവിടാണ്ടിരിക്കുക. 3. എല്ലാവരെയും ബഹുമാനിക്കുക. 4. സ്വയം ഒപ്പം മറ്റുള്ളവരുടെ വിശ്വാസം സമ്പാദിക്കുക. 5. ആത്മവിശ്വാസം കൈവിടാണ്ടിരിക്കുക. 6. മനസ്സറിഞ്ഞ് സഹായിക്കുക. 7. നല്ല കാര്യങ്ങൾ അംഗീകരിക്കുക. അന്നയുടെ ഉത്തരം കേട്ട് ക്ലാസ് നിശബ്ദമായി. ശ്രീമതമായ 7 അത്ഭുതങ്ങൾ കാണാതെ പറ്റുന്നവരുടെ ഇടയിൽ ദൈവം സമ്മാനിച്ച അത്ഭുതങ്ങൾ മറ്റുള്ളവരെ നടത്താൻ ഈ കൊച്ചു പിടിക്കുകയായിരുന്നു. കൂട്ടുകാരെ, അറിവെന്നത് പുസ്തകത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതല്ല. നമുക്ക് ചുറ്റുപാടുള്ള നല്ല കാര്യങ്ങൾ അംഗീകരിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോഴാണ് അറിവെന്നത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്.